ജസ്റ്റിസ് കെ ബാബു അധ്യക്ഷനായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കിഫ്ബി സിഇഒ എന്നീ പദവികളിൽ തുടരുന്ന KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കൊച്ചി CBI യൂണിറ്റിനാണ് അന്വേഷണ ചുമതല. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ വിജിലൻസ് എത്രയും വേഗം CBI സംഘത്തിന് കൈമാറണമെന്നും കോടതി നിർദ്ദേശിച്ചു. 2015 ധനകാര്യ സെക്രട്ടറിയായിരിക്കെ KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നായിരുന്നു ഹർജിക്കാരനായ ജോമോൻ പുത്തപ്പുരയ്ക്കലിന്റെ ആരോപണം. മുംബൈയിലടക്കം കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ വാങ്ങിക്കൂട്ടിയെന്നും ശമ്പളത്തേക്കാൾ കൂടുതൽ തുക ലോൺ അടയ്ക്കുന്നത് എങ്ങനെയെന്നതടക്കമുള്ള ചോദ്യങ്ങളും ഉയർത്തിയിരുന്നു. കോളേജ് പ്രൊഫസർമാരായിരുന്ന മാതാപിതാക്കളുടെ പെൻഷൻ തുകയുടെ കൂടി സഹായത്തിലാണ് ലോൺ അടയ്ക്കുന്നതെന്നായിരുന്നു KM എബ്രഹാമിന്റെ മറുപടി. 2018 നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയാക്കിയാണ് ഹർജി കോടതി അനുവദിച്ചത്. പരാതിക്കാരന്റെ വാദങ്ങൾ പരിഗണിച്ചായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ നടപടി. പണവും സ്വാധീനവും അധികാരവും ഉണ്ടെങ്കിൽ കോടതിയെല്ലാം തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ കോടതിയെല്ലാം വിലക്കെടുത്ത് ഇതെല്ലാം അന്വേഷണത്തെ അട്ടിമറിക്കാം എന്ന് ശ്രീ KM എബ്രഹാത്തിൻ്റെ എല്ലാ സ്വാധീനങ്ങളും ഉപയോഗിച്ചിട്ടും വിലപ്പോയില്ല. നീതി ഇവിടെ കിട്ടും പുലരുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. സംസ്ഥാന വിജിലൻസ് KM എബ്രഹാമിനെതിരായ പരാതി അന്വേഷിച്ച മുൻപ് തള്ളിയിരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട KM എബ്രഹാമിന്റെ വീടളന്നതും ചോദ്യം ചെയ്തതും വിവാദമായിരുന്നു. ഇതേ തുടർന്ന് IASകാർ സമരത്തിലേക്ക് നീങ്ങുന്നതും അന്ന് കണ്ടു. അന്വേഷണത്തിന് ഉത്തരവിട്ടത് KM എബ്രഹാമിനും സർക്കാരിനും തിരിച്ചടിയായി. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.